ഈ ഒരു ഡിഫൻഡർ അല്ലേ? ഒരു ഡിഫൻഡർ എപ്പോഴാണ് ഫൗള് ചെയ്യുക? ഇപ്പം നിങ്ങൾ സെവൻസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ്, യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ മറ്റേ ചവിട്ടും കുത്തും മോന്തടിച്ച് പൊളിക്കലും സ്റ്റിച്ച് വരലും. അതെന്താ കാരണം? അതെന്തുകൊണ്ടാണ് വരുന്നത്? ഫൗൾ ഈ ഒരു ഡിഫൻഡറാണ് അല്ലേ? ഒരു ഡിഫൻഡർ ഈ ഇപ്പോൾ കളിയിൽ ചിന്തിക്കുക, ഈ എപ്പോഴാണ് ഫൗൾ ചെയ്യണത്? എന്തുകൊണ്ട് ഫൗൾ ചെയ്യണു? ഫൗൾ ചെയ്യും. മറിഞ്ഞു പോകുമ്പോഴാണ് എന്ത് ചെയ്യുക? വലിച്ചിടുക. ഇല്ലെങ്കിൽ വലിച്ചിടുമോ? മറിഞ്ഞു പോണ ആളെ അനക്ക് റിക്കവർ ചെയ്യാനുള്ള ഫിറ്റ്നസ് ഉണ്ടെങ്കിലോ? ഇല്ല. ഈ ഇതിൽ ഫുട്ബോളിൽ ഒന്നാമത് ഫൗൾ വരാൻ കാരണം എനിക്ക് ബേക്കില്ല. ഇപ്പം ഞാൻ ഒരു ഡിഫൻഡറാണ്, എനിക്ക് കഴിയില്ല. നല്ലൊരു ചെറിയൊരു 20, 21 അല്ലെങ്കിൽ 19 വയസ്സുള്ളൊരു പ്ലെയർ, അല്ലെങ്കിൽ ഏത് പ്ലെയർ ആയിക്കോട്ടെ, നല്ല സ്കിൽഫുൾ പ്ലെയർ, നല്ല ഫിറ്റ്നസ് ഉള്ള ഒരു അറ്റാക്കറിൻ്റെ എതിരുണ്ടോ, അവൻ 2 സ്കില്ലിട്ടിട്ട് എന്നെ ബീറ്റം ചെയ്യുകയാണെങ്കിൽ എനിക്ക് കഴിയില്ല. എനിക്ക് ഫിറ്റ്നസ് ഇല്ല. ഞാനിപ്പോൾ ഈ സെവൻസ് മാത്രം കളിക്കണമെങ്കിൽ എനിക്ക് ഫിറ്റ്നസ് ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനെ മുന്നിൽ വന്ന് 2 സ്കില്ലിട്ട് അവൻ കടന്നു പോയാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യുക? തിരിഞ്ഞൊന്നിടിക്കുക. നേരെ മറിച്ച് എനിക്കും അതേപോലെ ഫിറ്റ്നസ് ഉണ്ടെങ്കിലോ, ആ ബോൾ അവൻ കടന്നാലും എന്ത് ചെയ്യും? അവനെ സുഖമായിട്ട് പിടിക്കാം. ഇല്ല, പിടിച്ചൂടെ? അതാണ് നമ്മളെപ്പോഴും ഫൗള് ലാസ്റ്റ് ഓപ്ഷനാണ്. ഫൗൾ എങ്ങനെ ചെയ്യണം? ഡേഞ്ചർ ഫൗൾ ചെയ്യരുത്. ഈ ഇടിക്കുക, ചവിട്ടുക, കാല് മുറിക്കുക, അങ്ങനത്തെ ഫൗളിൽ പിടിച്ചു വലിക്കുക. മനസ്സിലായോ? ഈ ബാക്കിൽ നിന്ന് തള്ളടക്കം ചെയ്ത് പിടിച്ചു വലിക്കുക, അങ്ങനത്തെ ചെറിയ ഫൗളുകൊണ്ട് നമുക്ക് പ്ലേസ് തടുക്കാൻ പറ്റും. ചിലവരപ്പോൾ നമ്മൾ എത്ര ഫിറ്റ്നസ് ഉണ്ടെങ്കിലും നല്ല സ്കിൽഫുൾ പ്ലേസ് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അതൊക്കെ പിടിച്ച് നിർത്തിയാൽ മതി. അല്ലാതെ ഇപ്പോൾ ഒരാളെ ഇടിച്ചിട്ട് അവൻ്റെ കരിയർ ഇല്ലാണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ ഒരു 19 വയസ്സായ ഒരു കുട്ടിയാവും, അവന് വളർന്നു വരേണ്ട പ്രായത്തിൽ അവന് ഇങ്ങനത്തെ ഒരു ഇഞ്ചുറി പറ്റി എന്തുണ്ടാകുക? കരിയർ നഷ്ടപ്പെടില്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? എപ്പോഴും ഒരു ആസ് എ ഡിഫൻഡർ ഫൗള് ലാസ്റ്റ് ഓപ്ഷനാക്കുക. ഫൗൾ ചെയ്തോ? ഫൗൾ എങ്ങനെ ചെയ്യണം? സേഫ്റ്റിയുള്ള ഫൗൾ ചെയ്യണം. പിടിച്ച് വലിച്ച് നിർത്തുക, അങ്ങനെ കൈ കൊണ്ട് തള്ളുക. അതൊന്നും ഡേഞ്ചറല്ല, വീഴുന്നുള്ളൂ. കൈ കൊണ്ട് തള്ളിയാലും ഇങ്ങനെ വീഴുന്നുള്ളൂ, പക്ഷെ മുറിയാവുന്നുള്ളൂ. പക്ഷേ ഇടിച്ച് ഇവിടെയൊക്കെ സ്റ്റിച്ചാണെങ്കിലുള്ള അവസ്ഥ എന്താ? ഈ ചവിട്ടി കാല് 2 കഷ്ണമായിട്ട് എന്താ കാര്യം? എല്ലാം ഇങ്ങനെ പൊട്ടി തൂങ്ങിയിട്ട് 6 മാസം ഒരു കൊല്ലം ഇരുന്നിട്ട് എന്താ കാര്യം? നമ്മൾ ലിഗമെൻറ്റിന്ന് ചെറിയ മൈന്യൂട്ട് അതൊക്കെ ഒരു ചവിട്ടിന് ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ ചവിട്ടിയ കാലം ഇങ്ങനെ പോയാൽ ഈ സാധനം ഇവിടെ പൊട്ടി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ ഒരു ഡിഫൻഡറെ സംബന്ധിച്ചോളം അതൊക്കെ സൂക്ഷിക്കുക. ഓക്കെ, വേറെ കാര്യങ്ങളായിട്ടൊന്നും പറയാനില്ല. പിന്നെ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ താങ്ക് യു.